പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി സിപിഎം സിപിഐ തർക്കം കടുക്കുകയും മുന്നണി ബന്ധത്തിൽ കടുത്ത വിള്ളലുകൾ വീഴുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ചരിത്രത്തിലില്ലാത്ത വിധം ഇരു പ്രമുഖ കക്ഷികളും നേർക്കുനേർ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നതോടെ മുന്നണിയുടെ ഐക്യം ചോദ്യം ചെയ്യപ്പെടുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സിപിഐയുടെ അർഹമായ ആവശ്യത്തെ പരസ്യമായി തള്ളിക്കളഞ്ഞ നടപടിയാണ് നിലവിലെ രൂക്ഷമായ തർക്കത്തിന് പ്രധാന കാരണം. മുന്നണി മര്യാദകളുടെ കടുത്ത ലംഘനവും പാർട്ടിക്ക് നേരിട്ടുള്ള വെല്ലുവിളിയുമായാണ് സിപിഐ നേതൃത്വം ഇതിനെ വിലയിരുത്തുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പിണറായി വിജയൻ നടത്തിയ കടുത്ത പ്രസ്താവനയ്ക്കെതിരെ സിപിഐയിൽ വൻ അമർഷവും അതൃപ്തിയുമാണ് പുകയുന്നത്. കഴിഞ്ഞ 3 മാസത്തോളമായി ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കിയ തർക്ക വിഷയമാണ് നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവി. ഈ സ്ഥാനമാനങ്ങൾ LDFിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം വീതിച്ചു നൽകിയിട്ടുള്ള കുത്തകയല്ലെന്നും സഭയിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ ഇത് തങ്ങളുടെ സ്വാഭാവിക അവകാശമാണെന്നുമാണ് സിപിഐ വാദിക്കുന്നത്. എന്നാൽ സിപിഐക്ക് വഴങ്ങേണ്ടതില്ലെന്ന ഉറച്ച നിലപാടിലാണ് സിപിഎം മുന്നോട്ട് പോകുന്നത്. സ്പീക്കർക്ക് നൽകുന്ന ഔദ്യോഗിക കത്തിൽ ഉപനേതാവ് നിർദ്ദേശിക്കുന്നത് സിപിഎം നേതാവിന്റെ പേരായിരിക്കുമെന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കിക്കൊണ്ട് പിണറായി വിജയൻ തങ്ങളുടെ കർശനമായ നിലപാട് പരസ്യമാക്കിയിരുന്നു. എത്ര ദിവസം തർക്കം നീണ്ടാലും തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടു പോകില്ലെന്ന് സിപിഎം ഉറപ്പിച്ചു പറഞ്ഞതോടെ പ്രശ്നപരിഹാരം കൂടുതൽ സങ്കീർണമാകുകയാണ്. വിഷയത്തിൽ സമവായമുണ്ടാക്കാൻ LDF കൺവീനർ MN സ്മാരകത്തിലെത്തി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ചർച്ചകൾ പൂർണ്ണമായി പരാജയപ്പെടുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി പരസ്യമായി ആവശ്യപ്പെട്ട സ്ഥാനമാനങ്ങളിൽ നിന്ന് പിന്മാറുന്നത് സിപിഐക്കും അത് അംഗീകരിച്ചു നൽകുന്നത് സിപിഎമ്മിനും ഒരുപോലെ അഭിമാന പ്രശ്നമായി മാറിയതോടെ മുന്നണി യോഗം ചേരുന്നത് പോലും അനിശ്ചിതത്വത്തിലായി. തുടർന്ന് ഈ തർക്ക വിഷയം താൽക്കാലികമായി മാറ്റിവെച്ചാണ് കഴിഞ്ഞ തിങ്കളാഴ്ച LDF യോഗം ചേർന്നത്. മുന്നണി മര്യാദ പാലിച്ചാണ് തങ്ങൾ യോഗത്തിൽ ഉപനേതാവ് വിഷയം ഉന്നയിക്കാതിരുന്നതെന്ന് സിപിഐ പിന്നീട് വിശദീകരിച്ചിരുന്നു. എന്നാൽ യോഗത്തിൽ ഉന്നയിക്കാതിരുന്ന വിഷയം തൊട്ടടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളിക്കളഞ്ഞതാണ് സിപിഐയെ കൂടുതൽ ചൊടിപ്പിച്ചത്. അതേസമയം പിണറായി വിജയന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിന് പിന്നിൽ രാഷ്ട്രീയമായ മറ്റു ചില കാരണങ്ങളുമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. തന്റെ മകൾക്കെതിരെ ഉണ്ടായ സാമ്പത്തിക കേസിൽ സിപിഐ പ്രതീക്ഷിച്ച രീതിയിൽ ഇഡിക്കെതിരെ പ്രതിഷേധിക്കാതിരുന്നതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചതെന്ന വാദങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ശക്തമായി ഉയർന്നിരുന്നു. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാർത്താക്കുറിപ്പിൽ ഈ വാദങ്ങൾ തള്ളാതിരുന്നത് ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നേതാവിന്റെ കടുത്ത നിലപാടിൽ പ്രതിഷേധിച്ച് സിപിഎം കേന്ദ്ര നേതൃത്വത്തിന് നേരിട്ട് പരാതി നൽകാനാണ് സിപിഐയുടെ തീരുമാനം. ഇതിനു പുറമെ നിയമസഭയിൽ സിപിഐ അംഗങ്ങൾ പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്ന അഭിപ്രായം പോലും പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തിക്കഴിഞ്ഞു. എന്നാൽ സിപിഐ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം അതൃപ്തികൾക്കൊന്നും തങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നില്ലെന്ന നിഷേധാത്മക നിലപാടിൽ തന്നെയാണ് സിപിഎം നേതൃത്വം ഇപ്പോഴും തുടരുന്നത്.